ഹായ്, ഞാൻ മിനി. ഗ്രേസ് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മധ്യവയസ്കരായിട്ടുള്ള ഒരാളിനെ ഒരു ദിവസത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാം, അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഞാൻ ഒരു മിഡിൽ ഏജ് വുമണാണ്. ഞാനൊരു സ്റ്റാഫ് നേഴ്സായിരുന്നു. ഇപ്പോൾ റിട്ടയറാണ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കുന്നു. അപ്പം എൻ്റെ വ്യൂ ഓഫ് പോയിൻ്റ് വെച്ച് ഞാൻ പറയുമ്പോൾ, നമ്മൾക്ക് പലതരത്തിലുള്ള ഹോബീസ് നമുക്കുണ്ട്. നമുക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ട്. പക്ഷേ നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഈ കഴിവുകളൊക്കെ മൂടി വെച്ച് നമ്മളൊരു സൊസൈറ്റിയിൽ ഇൻട്രോവേർട്ട് ആകാറ് സാധാരണ പതിവ്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഒരു സമൂഹത്തിൽ നമ്മൾ സോഷ്യലി മിങ്കിൾ ചെയ്യുകയും ഒരു ദിവസത്തെ നമ്മൾ പോസിറ്റീവായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം, അതിനെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം. നമ്മൾ അത് രാവിലെ അതായത് ഒരു ദിവസം നന്നേ രാവിലെ ഉണരുകയും രാത്രിയിൽ ഒരു 10 മണിയോടുകൂടി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മിനിമം ഒരു 6 to 8 hours ഉറക്കം ഒരു വ്യക്തിക്ക് അത്യാവശ്യമാണ്. നന്നായി ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ആരോഗ്യം നന്നായി സൂക്ഷിക്കുവാൻ സാധിക്കും. രാവിലെ ഇപ്പം നിങ്ങൾ 5 മണിക്ക് മിനിമം എഴുന്നേൽക്കുന്നവർ കാണും. ഇപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ധ്യാന നിമഗ്നരായിട്ട് ഇരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരനെ ധ്യാനിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ദിവസം എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം, നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിന്, നമുക്ക് തന്നിരിക്കുന്ന ഒരു നല്ല ദിവസം, പുതിയ ദിവസം തന്നതിന്, അതിനെയൊക്കെ ഒരു ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ദിവസം തുടങ്ങാം. അങ്ങനെ കുറച്ച് നേരം ബെഡിൽ ഇരുന്ന് നമ്മൾ വളരെ കാമായിട്ട് ശാന്തതയോടുകൂടി ആ മനസ്സോടുകൂടി എഴുന്നേൽക്കുക. അതാണ് നാം ഒന്നാമതായി ചെയ്യേണ്ടത്. രണ്ടാമതായി നമുക്ക് യോഗ അല്ലെങ്കിൽ എക്സസൈസ്, അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് ചെയ്ത് ഒരു അരമണിക്കൂർ അങ്ങനെ ചിലവാക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് മോർണിംഗിൽ ചിലർ കാപ്പി ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പം അധികം മധുരം ഇല്ലാതൊക്കെയുള്ള കാപ്പിയോ ചായയോ ഒരു ഫ്രഷ്നെസ്സിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നാലാമതായി നമുക്കൊരു മോർണിംഗ് വാക്ക്, അത് വളരെ നല്ലതാണ്. മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അവരുടെ പെറ്റ്സിൻ്റെ കൂടെ നടക്കാൻ ഇഷ്ടമായിരിക്കും. അല്ല എങ്കിൽ മോർണിംഗ് ഒരു അരമണിക്കൂർ നമ്മൾ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ എക്സസൈസ് വളരെ നന്നായിരിക്കും. നമ്മുടെ ശരീരം നന്നായിട്ട് ഇളക്കിക്കൊണ്ട് കയ്യ് കാല് ഇതെല്ലാം നന്നായി ഇളകി നമ്മുടെ മുറ്റത്ത് റോഡിൽ കൂടി നടക്കാതെ നമ്മുടെ മുറ്റത്ത് വേണേലും നടന്ന് ഒരു എക്സസൈസ് അത് പ്രാക്ടീസ് ചെയ്യുന്നത് ഡെയിലി നന്നായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെ പലവിധമായ അസുഖങ്ങൾ ഇന്ന് എല്ലാവർക്കും കാണുന്നത്. മധ്യവയസ്കർ ഇത് കൂടുതലും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് പ്രകൃതിയെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിളികളെ വാച്ച് ചെയ്യുക, അവയുടെ ശബ്ദം ശ്രദ്ധിക്കുക, നമ്മുടെ അന്തരീക്ഷത്തെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകൃതിയെ വാച്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിന് വളരെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ അഞ്ചാമതായി ഞാൻ പറയുന്നത് നമ്മുടെ ബ്രെയിന് അതിൻ്റെ ഡോപ്പമിനൊക്കെ ഉയർത്താനും ഒക്കെ നമുക്ക് പസിൽസ്, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഇതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബുക്സ് റീഡിങ് ഇതൊക്കെ നന്നായിരിക്കും. പിന്നെ ആറാമതായി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉറക്കം, നല്ല ഫുഡ് കഴിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയ സ്നാപ്പാകാം, ചെറിയൊരു ഉറക്കം നല്ലതാണ്. അതിനുശേഷം ഉണർന്ന് നിങ്ങൾക്ക് ലെമൺ ഇട്ട അധികം തണുക്കാത്ത വെള്ളം, അത് നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻ്റാണ്, വിറ്റമിൻ സി ആണ്. ഇപ്പം അതിൽ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ചായയും നല്ല കടുപ്പത്തിലല്ല ലൈറ്റായിട്ടുള്ള ടീ, ഗ്രീൻ ടീ, ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് എണ്ണപ്പലഹാരങ്ങളൊന്നും അധികം ഉപയോഗിക്കരുത്. അധികം എരി, ഇങ്ങനത്തെ മുളകൊക്കെ അധികം ഉപയോഗിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹെൽത്ത് വളരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമ്മളുടെ അതുപോലെ നമുക്ക് ടൂറ്
ഈ നമുക്ക് സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്ത് ടൂർ പ്ലാൻ ചെയ്ത് നമ്മുടെ മനസ്സിന് സന്തോഷ ഉല്ലാസ യാത്രകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു ദിവസം ക്രമീകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ചിന്താഗതി മുമ്പോട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ചെറിയൊരു ടോപ്പിക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്